സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം നമ്മുടെ എല്ലാവരെയും വലിയ തോതിൽ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ നേതാവാണ് സഖാവ് സീതാറാം. ഇവിടെ സഖാവ് SRPയും സഖാവ് ഗോവിന്ദ മാസ്റ്ററും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായി യോജിക്കുകയാണ്. സഖാവ് സീതാറാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാജ്യത്ത് അറിയപ്പെടുന്ന വിദ്യാർത്ഥി പ്രവർത്തകനായി മാറിയതായിരുന്നു. SFIയുടെ നേതാവെന്ന നിലക്ക് രാജ്യമാകെ സഞ്ചരിക്കാനും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പലരിൽ നിന്നും വ്യത്യസ്തമായി പല ഭാഷകൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചിലത് അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കും, ചിലത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകന് രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രമാകെ മനസ്സിൽ നല്ല തോതിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ വികാരവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലക്ക് സഖാവ് സീതാറാമിൽ ചെറുപ്പനാൾ മുതലേ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ രാജ്യത്തെ അനേകം പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എല്ലാം സീതാറാമിൻ്റെ കൂടി നല്ല പങ്കുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ചിലത് അത്തരം പ്രശ്നങ്ങൾ രൂപം കൊടുക്കുന്നതിലായിരിക്കാം, ചില കാര്യങ്ങളിൽ പ്രക്ഷോഭം നല്ല നിലക്ക് സംഘടിപ്പിക്കുന്നതിലായിരിക്കാം. CPIM ഏതെല്ലാം കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിച്ചിരുന്നോ അതിലെല്ലാം സീതാറാമിൻ്റെ കൂടി നല്ല തോതിലുള്ള ഉൾച്ചേരൽ ഉണ്ടായിരുന്നു എന്നതാണ് നാം കാണേണ്ടത്. രാജ്യം ശ്രദ്ധിച്ച ഏറ്റവും ഒടുവിലത്തെ കർഷക പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിലടക്കം അതിൻ്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പങ്കുവഹിക്കാൻ CPIMന് വേണ്ടി സീതാറാമിന് കഴിഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. ചെറുപ്പനാൾ തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃശേഷി വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. അതാണ് JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി 3 തവണ
അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനിടയായത്. ആ റിക്കാർഡ് ഇപ്പോഴും സീതാറാമിൻ്റേത് മാത്രമായി തുടരുകയാണ്. അതാണ് ഒരു നേതാവെന്ന നിലക്കുള്ള സീതാറാമിൻ്റെ പ്രത്യേകത. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരുമെന്ന് പറഞ്ഞാൽ കൂടെയുള്ള സഖാക്കളും പ്രവർത്തകരും മാത്രമല്ല, പൊതുസമൂഹം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായി വിദ്യാർത്ഥികാലം മുതൽക്കേ അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായി കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ധിഷണാവൈഭവം എല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ. ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധിജീവികളിൽ ഒരാൾ തന്നെയാണ് സഖാവ് സീതാറാം. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഭാവവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. എല്ലാവരോടും സമഭാവേന ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് വ്യത്യസ്തതയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴോ ചർച്ച നടത്തുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോഴോ ഒന്നും പ്രകോപിതനാകാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. വ്യക്തിപരമായ സംഭാഷണത്തിലായാലും യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ചകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തായാലും പൊതുവേദികളിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോഴായാലും എല്ലാറ്റിലും സീതാറാമിൻ്റേതായ ഒരു പ്രത്യേക രീതിയുണ്ടായിരുന്നു. അത് ഒരേ സമയം ഭൗതികമായി അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്നതും എവിടെയെല്ലാമാണോ തട്ടേണ്ടത് കൊള്ളേണ്ടത് അവിടങ്ങളിലെല്ലാം കൃത്യമായി ചെന്ന് പതിക്കുന്നതുമായ വാക്കുകളായിരുന്നു സീതാറാമിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരുന്നത്. എന്നാൽ എല്ലാം കഴിഞ്ഞാലും ആരിലും ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു അപ്രിയമുണ്ടാകില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ അവതരണ രീതി. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന പ്രാസംഗികരിൽ അതീവ പ്രത്യേകതയുള്ള ഒരുതരം അനിതര സാധാരണമായ വൈഭവം സീതാറാം എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. CPIM-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ദീർഘകാലമായി വഹിച്ചു വരുന്നത്. സഖാവ് SRP പറഞ്ഞു, ഇവരെല്ലാം പാർട്ടി നേതൃനിരയിലേക്ക് വന്നതിൻ്റെ കഥകൾ. അതിനുശേഷം കൂട്ടായി കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സീതാറാം എല്ലാ കാലത്തും പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് നേതൃനിരയിൽ ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ പാർട്ടിക്കും അങ്ങേയറ്റം ഊഷ്മളമായ ഒട്ടേറെ അനുഭവങ്ങളാണുള്ളത്. നമ്മുടെ കേരളത്തിലെ CPIM ഇന്നത്തെ ഈ രീതിയിൽ നിലനിൽക്കുന്നതിനും വളർച്ച പ്രാപിക്കുന്നതിനുമൊക്കെ ഇടയാക്കിയ ഈ കാലഘട്ടം, പഴയ കാലഘട്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇവരോടെല്ലാം കൂടി ചേർന്നുകൊണ്ട്
നേതൃപരമായ ഇടപെടലും പങ്കാളിത്തവും സീതാറാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഊഷ്മളമായ ബന്ധം ഇവിടുത്തെ പ്രസ്ഥാനവുമായി നിലനിർത്താനും സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സഖാക്കളെ, ഓരോ ജില്ലയിലുമുള്ള ആളുകളെ നമ്മുടെ കേരളീയരായ പാർട്ടി നേതാക്കൾക്ക് അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനും വ്യക്തിപരമായി ഒട്ടേറെ പേരെ നേരിട്ടറിയാമായിരുന്നു എന്നതാണ് വസ്തുത. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ആ നഷ്ടം CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ CPIM-ന് മാത്രമായി ഉണ്ടാകുന്നൊരു നഷ്ടമല്ല സീതാറാമിൻ്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം ശക്തമായ ഇടതുപക്ഷത്തിൻ്റെ വിവിധ രീതിയിലുള്ള പങ്കാളിത്തം ഉയർന്നു വന്ന ഘട്ടമാണ്. ആ ഇടതുപക്ഷ യോജിപ്പ് നിലനിർത്തുന്നതിനും അതിനുവേണ്ടി നല്ല രീതിയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിനും സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി സീതാറാമിൻ്റെ വിയോഗത്തുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത ചില ഇടതുപക്ഷ നേതാക്കൾ വിതുമ്പിക്കൊണ്ടായിരുന്നു ആ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരുന്നത്. വിവിധ ഘട്ടങ്ങളിൽ അത്രമാത്രം ഹൃദയബന്ധം ഇടതുപക്ഷ നേതാക്കളുമായി സീതാറാം വെച്ചു പുലർത്തിയിരുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖനായ ഒരു നേതാവ് നഷ്ടപ്പെടുന്നതിലൂടെ ഇടതുപക്ഷത്തിന് തന്നെ വലിയ തോതിലുള്ളൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല രീതിയിൽ ഒട്ടേറെ ജനാധിപത്യ പാർട്ടികളുടെ ഉയർന്ന നേതൃനിരകളുമായി ബന്ധപ്പെടാനും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ സൗമനസ്യപൂർവ്വം ചർച്ച ചെയ്യാനും തങ്ങളുടെ നിലപാടുകൾ, തൻ്റെ നിലപാട് അവരുടെ അടുത്ത് നല്ല തോതിൽ അവതരിപ്പിക്കാനും സഖാവ് സീതാറാമിന് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിരുന്നു. എല്ലാ സന്ദർഭത്തിലും അത്തരം ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് നാം കാണേണ്ടത്. മഹാരഥന്മാരായ മൺമറഞ്ഞുപോയ CPIM-ൻ്റെ പ്രമുഖരായ നേതാക്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച അനുഭവത്തിലൂടെ സീതാറാം ആർജിച്ച പ്രത്യേകമായ കഴിവുകളുണ്ടായിരുന്നു. ആ കഴിവുകൾ ഒരു സാധനയെന്നോണം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ ഇതുപോലുള്ള ആളുകളെ ബന്ധപ്പെടാനും പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തു പോകാനും സീതാറാമിന് എല്ലാ കാലത്തും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് സീതാറാമിൻ്റെ വിയോഗം പൊതുവിൽ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിവേഗം നികത്താവുന്ന ഒന്നല്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ CPIM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയാണ്. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വിവിധ രാജ്യങ്ങളിലെ പാർട്ടികളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി വന്ന പാർട്ടി നേതാവാണ് സീതാറാം. ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പാർട്ടികളുമായി, സഹോദര പാർട്ടികളുമായി അങ്ങേയറ്റം അടുത്ത ബന്ധം പുലർത്തിപ്പോരുകയായിരുന്നു. അടുത്ത സുഹൃത്ത് ബന്ധം, സഹോദര ബന്ധം മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ
നേതാക്കളുമായി പുലർത്തിപ്പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ പല രാജ്യങ്ങളിലെയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതാണിവിടെ നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ നേപ്പാളിൻ്റെ അനുഭവം എടുത്തു പറഞ്ഞത്. അതുപോലുള്ള അനേകം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ പരിചയം വെച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളും നൽകാൻ കഴിഞ്ഞിരുന്നുവെന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു സഖാവ് സീതാറാം. അദ്ദേഹത്തിൻ്റെ വിയോഗം ആ നിലക്ക് നോക്കിയാലും കനത്ത നഷ്ടമായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഞാൻ അധികം ദീർഘിപ്പിച്ചു പോകുന്നതിൽ ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. സീതാറാമിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടാവും. പക്ഷേ ഇതുപോലൊരു ചടങ്ങിൽ ഔചിത്യമുള്ളതല്ല എന്നതുകൊണ്ട് വളരെ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സഖാവ് സീതാറാമിൻ്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.